ചോദ്യം നമ്പർ 31 ശ്രീ സനീഷ് കുമാർ ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. സർ, പൊട്ടിവീഴുന്ന വൈദ്യുതി ലൈനിൽ നിന്നുള്ള ഷോക്കേറ്റുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതിയിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നില്ല. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ ഭൂരിഭാഗവും ഉപഭോക്താക്കളുടെ പ്രമിസിൽ നിന്ന് നടക്കുന്നതും തോട്ടി, ഏണി മുതലായ വൈദ്യുതി ലൈനിൽ തട്ടി സംഭവിക്കുന്നതുമാണ്. കണക്കുകൾ പ്രകാരം ലൈനുകൾ പൊട്ടിവീണുണ്ടായ അപകടങ്ങൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലാണ് കൂടുതലായി സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുന്ന സമയമാണിത്. ലൈനുകളിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ പോലും പ്രകൃതിക്ഷോഭ സമയത്ത് ലൈനുകളിൽ വന്ന് വീഴുന്നു. ലൈനുകളിൽ പൊട്ടി വീഴുന്നതിന് കാരണമാകുന്ന സർക്കാർ ഏജൻസികളുടെയും പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടു കൂടിയാണ് മിക്കപ്പോഴും വലിയ വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത്. കേരളം ഇടതൂർന്ന സസ്യജാലങ്ങളാൽ സമ്പന്നവും ജനസാന്ദ്രതവുമാണ്. ഭൂമി ലഭ്യതക്കുറവുള്ള ഒരു സംസ്ഥാനമായതിനാൽ റോഡുകൾ, ഇടവഴികൾ, സ്വത്തുക്കൾ, വാഹനങ്ങൾ എന്നിവയിലൂടെ LT ലൈൻ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ശ്രമകരമാണ്. കേരളത്തിലെ ലൈൻ ലാൻഡ് അനുപാതം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒന്നാണ്. ട്രാൻസ്മിഷൻ, വിതരണം, ഓവർഹെഡ് ലൈനുകളുടെ ബാഹുല്യവും സ്ഥലത്തിൻ്റെ ദൗർലഭ്യവും പലപ്പോഴും കണ്ടക്ടറുകൾ പൊട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ കാരണമാകുന്നു. ഈ വർഷം പ്രകൃതിക്ഷോഭം മൂലമുണ്ടായ അപകടങ്ങളെ തുടർന്ന് അടിയന്തര നിർദ്ദേശം നൽകിയതിൻ്റെ ഫലമായി 1,20,782 കിലോമീറ്റർ പെട്രോളിംഗ് നടത്തി. 45,200 അപാകതകൾ കണ്ടെത്തുകയും 15,511 പരിഹരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതാണ്. വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, പൊതുയിടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അപകടസ്ഥിതി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി സേഫ്റ്റി ഓഫീസർ പരിശോധന നടത്തുകയുണ്ടായി. അപകടങ്ങളെ തുടർന്ന് സമ്പൂർണ്ണമായ പരിശോധന നടത്തുകയും അപാകതകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. വൈദ്യുതി ലഭ്യതയുടെ അപകടങ്ങളും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിലും വേഗത്തിലും അറിയിക്കാവുന്ന തരത്തിൽ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു വരുന്നു. ഇത് പൂർത്തീകരിച്ചു പുസ്തക വിവരങ്ങൾ ഉടനടി ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിൽ അറിയിക്കാനും ഉടനടി പരിഹാരം കണ്ടെത്താനും കഴിയും. കൂടാതെ 1912 എന്ന ടോൾ ഫ്രീ നമ്പറിലും വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. 94 96 01 01 0 എന്നീ എമർജൻസി നമ്പറിലും വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. വാട്സപ്പ് സന്ദേശമായും ഈ നമ്പറിൽ വിവരം നൽകാവുന്നതാണ്. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനായി ലൈൻ പെട്രോളിംഗ് ചെയ്തു വരികയാണ്. ഇത് വ്യവസ്ഥാപിതനായി നടപ്പിലാക്കുന്നതിനായ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ പരിഷ്കരണം ചെയ്തു വരികയാണ്. അത് 2 മാസത്തിനുള്ളിൽ നടപ്പിൽ വരുത്തും. വൈദ്യുതി ടേബിൾ ചെയ്തോ? ഇത്തരം ലെങ്തി ആണെങ്കിൽ ടേബിൾ ചെയ്തോ? ഇല്ല സാർ, എന്നാൽ പിന്നെ അധികം ചോദ്യം വരില്ല. തന്നെയാ? അല്ല, വിശദമായ വിവരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ സ്വമേധയാ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംവിധാനമാണ് ഫലപ്രദമായിട്ടുള്ളത്. ഇതിനായി 11 kV ലൈനുകൾ റിലേ സംവിധാനം ഉപയോഗിച്ചും ലോ ടെൻഷൻ വിതരണം ലൈനുകളിൽ ഫ്യൂസ് യൂണിറ്റുകൾ ഉപയോഗിച്ചുമാണ് നിലവിൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോ ടെൻഷൻ ലൈനുകളിൽ മറ്റു സാങ്കേതികവിദ്യ നിലവിലുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടേറിയതാണ്. ലോ ടെൻഷൻ ലൈനുകൾ പൊട്ടി വീഴുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഫ്യൂസ് യൂണിറ്റ് പ്രവർത്തിക്കാതിരിക്കുകയും സ്വമേധയാ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണ് വിവരം കിട്ടുമ്പോൾ തന്നെ ജീവനക്കാർ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാറുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി കമ്പി പൊട്ടി വീഴുന്ന സന്ദർഭങ്ങളിൽ വോൾട്ടേജ്, കറണ്ട് തുടങ്ങിയവയുടെ വ്യതിയാനം തിരിച്ചറിഞ്ഞ് അപകട സാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും. സ്മാർട്ട് മീറ്ററുകളുടെ ആദ്യഘട്ടം നടപ്പിലാക്കി വരുന്നു. സ്മാർട്ട് മീറ്ററുകൾ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി IIT പാലക്കാട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB ഉദ്യോഗസ്ഥന്മാർ എന്നിവ ചേർന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് സമഗ്ര പഠനം നടത്തിവരുന്നു. LT ലൈനുകളിൽ സ്പേസുകൾ സ്ഥാപിക്കുന്ന വഴി ലൈനുകൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. ലൈനുകൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി LT ലൈനുകൾ നാളിതുവരെ 222 ലക്ഷം സ്പേസറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ലൈനുകളുടെ നിർമ്മാണത്തിന് ഭൂഗർഭ കേബിളുകൾ, ABC കണ്ടക്ടർ, കവേർഡ് കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നതായി ലൈനുകൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. ഇവ
സ്ഥാപിച്ച് വൈദ്യുതി എത്തിക്കുന്നതിന് താരതമ്യേന ചെലവേറിയ പദ്ധതി ആയതുകൊണ്ട് ഭീമമായ ഇത്തരത്തിലുള്ള ചെലവ് വൈദ്യുതി താരിഫിൽ പ്രതിഫലിക്കുന്നതുകൊണ്ടും ഘട്ടം ഘട്ടമായി പ്രസ്തുത നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതാണ് KSEB തീരുമാനിച്ചിരിക്കുന്നത്. പുതുതായി നിർമ്മിക്കുന്ന എല്ലാ LT ലൈനുകളും നിലവിലുള്ള LT ലൈനുകളുടെ റീകൺസ്ട്രക്റ്റിംഗ് പ്രവൃത്തികളും ABC കണ്ടക്ടർ, കവേർഡ് കണ്ടക്ടറുകൾ എന്നിവ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതിയെന്ന ഒരു നയപരമായ ഒരു തീരുമാനം KSEB എടുത്തിട്ടുണ്ട്. കൂടുതൽ സെൻസിറ്റീവ് പ്രദേശങ്ങളായ സ്കൂളുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ സമീപത്തുള്ള പ്രതിഷ്ഠാപനങ്ങളിലും തുടർന്ന് മറ്റു പ്രദേശങ്ങളിൽ സ്പേസർ ഗാർഡിംഗ് മുതലായവ സ്ഥാപിച്ചു. യെസ് മിനിസ്റ്റർ, പ്ലീസ്. സമയം 6 മിനിറ്റായി. ചോദ്യം വെച്ചാൽ മതിയോ? യെസ് ടേബിൾ ചെയ്താൽ മതി. യെസ് ഡോക്ടർ മാത്യു കുഴൽനാടൻ. സർ, വളരെ ലെങ്തി ആയിട്ടുള്ള ഉത്തരമാണെങ്കിലും ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ടു സേ ഈ ചോദ്യത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുള്ള ഒരു മറുപടിയല്ല. കാരണം 13 വയസ്സുകാരനായ ഒരു കുട്ടി ഒരു തെറ്റും ചെയ്യാതെ സ്കൂൾ പ്രമിസസിൽ മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം വന്നത്. ദ ഒൺലി ക്വസ്റ്റ്യൻ റിമെയിൻസ്, കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ സ്കൂൾ ബസ് സ്റ്റോപ്പുകളുടെ മുമ്പിലുള്ള ലൈൻ, ലോ ടെൻഷൻ ലൈൻ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കാനെങ്കിലും ഈ സർക്കാരിന് സാധിക്കും. ദാറ്റ് വുഡ് ബി എ പോസിറ്റീവ് സ്റ്റെപ്പ്. ഇനിയിപ്പോൾ റീകണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കണക്ഷൻ കൊടുക്കുമ്പോൾ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കാമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഇവേസീവ് റിപ്ലൈ. വെദർ യു ആർ കമ്മിറ്റഡ് അബൌട്ട് ലേൺ എ ലെസൺ ഫ്രം വാട്ട് ഹാപ്പൻ. അങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഒരു സുരക്ഷ ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. യെസ്, ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കുമോ? അല്ല, അത് പരിശോധിക്കേണ്ട സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യും. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. മിനിസ്റ്റർ, അതിന് സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണോ? വി ഹാവ് ഓൾറെഡി ആൻ ഇൻസിഡൻറ്റ്, വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം കുട്ടികളെ സ്കൂൾ പ്രമിസസിൽ പൊട്ടി വീണാൽ അടുത്ത കുട്ടി മരിക്കുന്നുള്ളതിന് ഇനി റിപ്പോർട്ട് കിട്ടിയിട്ട് വേണോ? ഇറ്റ് ഈസ് ഓൾറെഡി പ്രൂവൻ. ഇനി ഒരു കാര്യം, ഇനി ഇത് കൂടാതെ ഈ ലൈനിൻ്റെ താഴെയുള്ള അനധികൃത കൺസ്ട്രക്ഷൻസ് ലോട്ട് മെനി ഇൻ ദി സ്റ്റേറ്റ്, അതൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ഏർജ്. അതിന് പ്രത്യേകിച്ച് ലോ ഒന്നും വേണ്ടല്ലോ, ഇറ്റ്സ് ഇല്ലീഗൽ. അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ കീഴെ പോയി ആളിൽ ചെന്ന് ലൈൻ പൊട്ടി വീണാലും മരിക്കുന്ന സംഭവം ഉണ്ടാവും. ദർ ഇസ് നോ ആക്ഷൻ കമ്മിങ്. ക്യാൻ യു ലുക്ക് ഇൻ ടു ഇറ്റ്? ആശുപത്രികൾ, സ്കൂളുകൾ ഇതിലൊക്കെ പ്രത്യേകമായ പരിഗണന വെച്ച് അടിയന്തരമായ നടപടി എടുത്തിട്ടുണ്ട്. ഈ താങ്കൾ പറഞ്ഞ രണ്ട് വളരെ ഗൗരവമായി പരിശോധിക്കുന്നു. ശ്രീ PC വിഷ്ണുനാഥ്. സാർ, എൻ്റെ നിയോജക മണ്ഡലമായ കുണ്ട്രയിലാണ്, എളമ്പള്ളൂർ പഞ്ചായത്തിലെ പുനുക്കന്നൂരിൽ ഈ 1/6/2025 വീടിന് സമീപം പൊട്ടിക്കിടന്ന KSEBയുടെ ഇലക്ട്രിക് കമ്പിയിൽ ചവിട്ടി ഗോപാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ നിരപരാധിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാർ, ഈ ഗോപാലകൃഷ്ണപിള്ള മരണപ്പെടുന്ന ആ പ്രദേശത്ത് ഈ 4 ദിവസമായിട്ട് വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാർ, ഇത് ഈ പോസ്റ്റ് ഒടിഞ്ഞുപോയി, അത് മാറ്റിയിടുന്നതിനുള്ള കാലതാമസത്തിൻ്റെ പേരിലാണ് തടസ്സം ഉണ്ടായത്. ആ സ്ഥലത്ത് ഈ അപകടമാം വിധം വൈദ്യുതി കമ്പികൾ താഴ്ന്ന് കിടന്നതുകൊണ്ടാണ് ഈ മനുഷ്യൻ അതിൽ ചവിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങയുടെ മറുപടിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത് കേട്ടു. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും KSEBയുടെ ആധുനികവൽക്കരണമൊക്കെ നടക്കുമ്പോഴാണ് വൈദ്യുതി തടസ്സം ഉണ്ടായിട്ട് 5 ദിവസം വരെയാണ് സാർ ആ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത്. ഈ 5 ദിവസം വരെ വൈദ്യുതി മുടങ്ങിക്കിടന്ന സമയത്ത് ഈ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒന്ന്, ഈ 5 ദിവസമൊക്കെ ഇപ്പോഴും ഈ വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തെ മറികടക്കാൻ ബോർഡ് എന്താണ് ചെയ്യുന്നത്? 2, ബോർഡിൻ്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത, ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള ബാധ്യത ബോർഡിനില്ലേ, ഗവൺമെന്റിനില്ലേ? അത് നിർവഹിക്കുമോ? തീർച്ചയായിട്ടും അത് ചെയ്യും. തീർച്ചയായും ചെയ്തതിൻ്റെ സമയം കുറച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമുള്ളൂ. അത് അടിയന്തരമായി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാം. അതല്ല, ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതൊരു MLA-മാരെ ഒരു പ്രത്യേകമായ സംവിധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് 40 MLA-മാർ ഇപ്പോൾ യോഗം കൂടി അവിടുത്തെ തടസ്സങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടി ആ നിർദ്ദേശം വളരെ അടിയന്തരമായി പെട്ടെന്ന് നടപ്പാക്കും. ശ്രീ സിദ്ദിഖ് ചുമതലപ്പെടുത്തിയ പ്രകാരം അൻവർ സാദത്ത്. നമ്മൾ യോഗങ്ങളെല്ലാം കൂടാറുണ്ട്, തീരുമാനം എടുക്കാറുണ്ട്. പക്ഷെ അത് യഥാസമയത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതാണ് നമ്മൾ കേരളത്തിൽ പല വകുപ്പിൻ്റെയും എന്നുവെച്ചാൽ അതിൻ്റെ പരാജയം വരുന്നത്. പക്ഷെ അത് യഥാസമയത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. സാർ, നമ്മുടെ വീടുകളിൽ നിന്നും മരങ്ങൾ ലൈനിൽ തട്ടുകയും അങ്ങനെ ഒത്തിരി അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമായിട്ട് പലപ്പോഴും ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ പോയി ഇത് വെട്ടിക്കളാൻ പറഞ്ഞാലും
ചില വീട്ടുകാർ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ വരുമാനം പോകും, അല്ലെങ്കിൽ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് ഇലക്ട്രിസിറ്റി വകുപ്പ് അത് നിയമം ഉണ്ടാക്കി, അതിന് നിയമമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട്, അത് കർശനമായി തന്നെ അത് നടപ്പിലാക്കി ഇങ്ങനെയുള്ള മരങ്ങൾ വെട്ടിമാറ്റി അതിന് അപകടങ്ങളില്ലാത്ത രീതിയിലേക്ക് ഇലക്ട്രിസിറ്റി വകുപ്പ് അതിനെ ഊർജ്ജസ്വരമായി തന്നെ കൊണ്ടുപോകുമെന്നാണ് എൻ്റെ ചോദ്യം. അതുതന്നെയാണ് നേരത്തെ കലക്ടറിൻ്റെ കമ്മിറ്റിയിൽ ഡിസാസ്റ്ററിൽ അവർക്ക് ശക്തമായ നിയമത്തിൽ നടപടിയെടുക്കാൻ മുറിക്കാൻ ഉള്ള തീരുമാനം എടുക്കാൻ സാധിക്കും. അത് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവമായി തന്നെ ശരി. ശ്രീ ആര്യടൻ ഷൗക്കത്ത് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ റോജി എം ജോൺ. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ട് പോലും ഇതുവരെ പല പ്രദേശങ്ങളിലും സാഗിങ് ലൈൻസ് ആയിട്ട് കിടക്കുന്നത്, അതുപോലെ തന്നെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഇത്തരം ലൈനുകൾ ഇത് മാറ്റുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ബോർഡിന് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം ലൈനുകൾ അടിയന്തരമായിട്ട്, പ്രത്യേകിച്ച് ഈ സാഗിങ് ലൈൻസ് അപകടകരമായിട്ട് നിൽക്കുന്ന പല മേഖലകളിലും ഉള്ളത് അടിയന്തരമായിട്ട് മാറ്റുന്നതിനും, അതുപോലെ തന്നെ ഈ ടൗൺ പ്രദേശങ്ങളിൽ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ അണ്ടർഗ്രൗണ്ട് ലൈനുകൾ സ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പരിശോധിക്കാവുന്നതാണ്. അതിൽ പുതിയ കണക്ഷൻ തന്നെ 15 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോർമർ 11,000 സ്ഥാപിച്ചിട്ടുണ്ട്. HTL ലൈൻ 23,000 കിലോമീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് 30 ലക്ഷം, ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചത് 22, 2016 മുതൽ 27 വരെ. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ചാർജ് വർധനവ് പറഞ്ഞാൽ ഈ ചിലവ് നല്ല കവേർഡ് കണ്ടക്ടറൊക്കെ വരയ്ക്കുമ്പോഴുള്ള ചിലവ് വർദ്ധിക്കുമ്പോൾ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഓരോ ഘട്ടം ഘട്ടമായി ചെയ്യാൻ തീരുമാനിച്ചത്. ശ്രീ ഡി കെ മുരളി. സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിലും പനവൂർ പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പൊട്ടിക്കിടന്ന വൈദ്യുതിയിൽ ബൈക്ക് ഓടിച്ച് കയറി ഒരു ചെറുപ്പക്കാരൻ സുരേഷ് മരണപ്പെട്ടു. സന്ദർഭോചിതമായി തന്നെ KSEB അക്കാര്യത്തിൽ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനും അവസരം കൊടുക്കാതെ അക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് പോലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയേണ്ടതുണ്ട്. അതിനുള്ള സ്റ്റെപ്സ് എടുക്കാൻ ശ്രമിക്കും എന്ന് അറിയിച്ചതിലും സന്തോഷമുണ്ട്. എൻ്റെ ചോദ്യം, ഇന്നിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ആലോചിക്കാൻ കഴിയുമോ? മിനിസ്റ്റർ. ഇല്ല, ഇപ്പം തന്നെ ഒരുവിധം നല്ല സംഖ്യയാണ്, 10 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്, വൈകുന്നു മാത്രമേ ഉള്ളൂ. കഴിയുന്നത്ര വേഗം കൊടുക്കാനുള്ള നടപടി ഉണ്ടാകും. പി അബ്ദുൽ ഹമീദ്. സാറ്, മലപ്പുറം ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമെന്ന നിലയിൽ വിഭാവനം ചെയ്യപ്പെട്ട മലപ്പുറം പാക്കേജ് പദ്ധതിയിൽ ജില്ലയിലെ വിവിധ സർക്കിളുകൾക്ക് അനുവദിച്ച വർക്കുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇതിന് കാലതാമസം നേരിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു കൂട്ടുമോ? ഇതാണ് ചോദ്യം. മിനിസ്റ്റർ. തീർച്ചയായും കളക്ടറുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ അത് വിളിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശ്രീ മാത്യു ടി തോമസ്. സാർ, ഈ കൊല്ലം ജില്ലയിൽ ഒരു വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചതിനെ തുടർന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരവിട്ടതായി വാർത്തകളിൽ കാണുകയുണ്ടായി. സാർ, ആ സ്കൂളുകൾ, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ സുരക്ഷാ ഓഡിറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്ന നടപടിക്രമം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് എന്നത്തേക്ക് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. ശ്രീ പി മമ്മിക്കുട്ടി. സാർ, ഈ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണുണ്ടായ അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ കമ്പികൾ മാറ്റി കേബിൾ സംവിധാനം പൂർണ്ണ തോതിൽ ഏർപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകൾക്കുള്ള നഷ്ടപരിഹാരം പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ആൻസർ ഞാൻ പറഞ്ഞു. അതായത് കേബിളുകൾ അതിൻ്റെ ചിലവ് വളരെ കൂടുതലുണ്ട്. അത് താരിഫിനെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. മരണത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് വേഗം തീർക്കാനുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കിട്ടാനുള്ള നടപടിയുണ്ടാകും. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, തേലക്കരയിലെ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ KSEB കൃത്യമായും പഠിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ.
അതിൻ്റെ ഒരു പുതിയ സംവിധാനത്തിൽ ABCUG കേബിളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ആവശ്യമായ ദ്വിതി RDSS പോലുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതിന് തനതായ ഫണ്ട് കൃത്യമായി ലഭിക്കാതിരിക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും പോകുന്ന ഒരു അപകടാവസ്ഥ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ABC കൺട്രോൾ ഉപയോഗിച്ച് വൈദ്യുതി കണക്ഷൻ നൽകാൻ വേണ്ട എന്തെങ്കിലും നിയമ നടപടി KSEയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതിനു വേണ്ട സ്റ്റാൻഡേർഡ് എസ്റ്റിമേറ്റ് കേരള റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച് നൽകിയിട്ടുണ്ടോ ഇതുവരെ? അത് കിട്ടാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കിട്ടുന്നതാണ് പ്രതീക്ഷ. ശ്രീ തോമസ് കെ തോമസ്. സാർ, കുട്ടനാട് കുടിവെള്ള പദ്ധതി നിലേറ്റുപുറത്താണ് നടക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ അവിടെ ചിക്കാഗോ കമ്പനിയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഹൈ ടെൻഷൻ ലൈൻ പോകുന്നുണ്ട്. അത് അടിയന്തരമായി മാറ്റിയില്ലെങ്കിൽ വർക്കുമായിട്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതിൻ്റെ അടിയന്തരമായ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടാകുമോ? അതിനോടൊപ്പം പല വീടുകളിലെയും മേളിൽ കൂടെ ലൈൻ കമ്പി പോകുന്നത് മാറ്റണമെന്നുണ്ടെങ്കിൽ 25,000 30,000 പാവപ്പെട്ട നിർദ്ധരായ ആൾക്കാരോട് ചോദിക്കുന്നത് ഇതൊന്ന് ഒഴിവാക്കി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകും. അല്ല, അത് പെട്ടെന്ന് പറയാൻ ഒരു പ്രത്യേക ചോദ്യം വേണം. അതല്ല, ഇതെന്താ പറയുക, എല്ലാ വീടുകളിലും മിക്കവാറും വീടുകളിൽ ലൈൻ കെട്ടിയ ശേഷം വീട് വെച്ചവരുണ്ട്. താന്ന പ്രകാരം അത് പരിശോധിക്കാം. ശ്രീ TJ വിനോദ്. വൈദ്യുതി ബോർഡിലെ ഉപഭോക്താക്കൾക്ക് സോളാറിലേക്ക് മാറുന്നത് മൂലം KSEBക്ക് നഷ്ടമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഉണ്ടെങ്കിൽ നാളിതുവരെ എത്ര നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്? പീക്ക് സമയത്ത് ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി സോളാർ ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായി ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം മറ്റ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാറുണ്ടോ? ഇല്ല, സോളാറിൽ ചെറിയ സംഖ്യക്കാണ് സോളാർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അത് വൈക്ക സമയത്ത് 10 രൂപ തൊട്ട് 15 രൂപ വരെ നമ്മൾ മേടിക്കേണ്ട ഒരു സ്ഥിതി വരികയാണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന് എത്ര വലിയ നഷ്ടം വരും? അത് നമ്മൾ പരിശോധിച്ചിട്ടാണ് പീക്ക് സമയത്തും ഒരു 3 സ്റ്റേജായിട്ട് ഇത് ചെയ്യാൻ. പകല് 6 മണി മുതൽ തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഒന്ന്, 6 മണി മുതൽ തൊട്ട് 11 മണി വരെ ഒന്ന്, 11 ശേഷം വേറെ. ഇപ്പം 3 സ്റ്റേജായിട്ടാണ് ചാർജ് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതൊരു വലിയൊരു നഷ്ടം വരും. 10 രൂപ കൊടുത്തത് ഈ 2 രൂപ 25 പൈസയ്ക്കുള്ള മൈനസ് ചെയ്താൽ വലിയ നഷ്ടം വരില്ലേ? ചോദ്യം നമ്പർ 2, ശ്രീ PP സുമോദ്, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. ചോദ്യം നമ്പർ 2. ഉണ്ട്. അനർട്ടിൻ്റെ നേതൃത്വത്തിൽ കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. B. ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ഭാഗമായുള്ള ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം മുതൽ ഉപയോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, പങ്കാളികളായിട്ടുള്ള സ്ഥാപനങ്ങൾ വഴി വിവിധ പൈലറ്റ് പദ്ധതികൾ നടപ്പാക്കുക, ഹൈഡ്രജൻ വാലി പദ്ധതിയിൽ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കുക, പങ്കാളികളുമായി ഗവേഷണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള വിജ്ഞാനവും സാങ്കേതികവിദ്യയും പങ്കിടാൻ സഹായിക്കുക, തദ്ദേശീയമായി ഹരിത ഹൈഡ്രജൻ നൂതന ആശയങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യശേഷി വികസനം സാധ്യമാക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ. 131.18 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 53.4 കോടി രൂപ കേന്ദ്ര സഹായമായി ലഭിക്കും. കേരള സർക്കാർ വിഹിതമായ 49 കോടി 44 ലക്ഷം 49 കോടി 44 കോടി രൂപ 2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന 200 കോടി രൂപയുടെ ഒരു ഭാഗം ഇത്തരം പൈലറ്റ് പദ്ധതികൾ കൂടി ഉൾപ്പെട്ടതായതിനാൽ അതിൽ നിന്ന് അനർട്ട് വഴി അടുത്ത 5 വർഷം കൊണ്ട് ഈ ഫണ്ട് പദ്ധതിക്കായി ലഭ്യമാക്കും. പങ്കാളികളും മറ്റും സ്രോതസ്സുകളും 30.34 കോടി രൂപ സ്വരൂപിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഇത് അനുവദിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട 4 ഹൈഡ്രജൻ വാലികളിൽ ഒന്നാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത്. കൊച്ചി, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പൈലറ്റ് ഘട്ടത്തിൽ ഒരു വർഷം 57 ടൺ ഹൈഡ്രജൻ ഉൽപ്പാദനമാണ് ലക്ഷ്യമിടുന്നത്. ഈ ഘട്ടത്തിൽ ഹരിത ഹൈഡ്രജൻ 1 കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കുവാൻ ഏകദേശം 550 രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൈലറ്റ് പദ്ധതികൾ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന പ്രധാന മേഖലകൾ താഴെ പറയുന്നവയാണ്: ഗതാഗതം, കരയിലൂടെയുള്ള ഭാരവാഹനങ്ങൾ, ഉൾനാടൻ ജലാഗത
നഗരപ്രകൃതി വാതകവുമായി ശൃംഖലയിൽ മിശ്രണം ചെയ്ത പാചകവാതക ഇന്ധന മേഖലയിൽ ഇവയെല്ലാം ഇപ്പോൾ പൂർണ്ണമായും ഫോസിൽ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധനങ്ങളാണ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒരു പരിധിവരെ ഇല്ലാതാക്കാനും ഹരിത ഹൈഡ്രജൻ ഉപയോഗത്തിലൂടെ സാധിക്കും. ഹരിത ഹൈഡ്രജൻ ഇപ്പോൾ താരതമ്യേന ചെലവേറിയ ഊർജ്ജമാണെങ്കിലും കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. ഇതിൻ്റെ സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനും അതിൻ്റെ പ്രാവീണ്യം നേടാനും ഈ പൈലറ്റ് പദ്ധതികൾക്ക് സാധ്യമാകും. കൂടാതെ ഇതിലൂടെ പല പൊതു ഹൈഡ്രജൻ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിക്കപ്പെടും. ഇപ്പോൾ അവ വളരെ ചെലവേറിയതാണ്. കേന്ദ്ര സഹായത്തോടുകൂടി ഇവ ആദ്യം തന്നെ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് കേരളത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു അവസരമാണ്. ഇതിലൂടെ ഇവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പദ്ധതികൾ എടുക്കുന്നതിനും സാധിക്കും. 1 കിലോ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ 2 കിലോമീറ്ററിൽ താഴെ കാർബൺ ഡയോക്സൈഡിന് തത്തുല്യമായ ഹരിവാതക പ്രസരണം മാത്രമേ ഉണ്ടാകൂ എന്നതാണ് ഇതിനെ നിഷ്കർഷിച്ചിരിക്കുന്നത്. കേരളത്തിൽ 2050 കാർബൺ ന്യൂട്രലാകാനുള്ള ലക്ഷ്യത്തിനും ഹരിത ഹൈഡ്രജൻ സഹായമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഭാരവാഹനങ്ങളുടെയും ബസ്, ട്രക്ക് മുതലായവ. വൈദ്യുതി പൂർണ്ണമായും അക്ഷയ ഊർജ്ജത്തിലേക്ക് മാറ്റാൻ ജലവൈദ്യുതി കൂടാതെ സംഭരണ സംവിധാനങ്ങളും ആവശ്യമായി വരും. ഹൈഡ്രജൻ സംഭരണ സംവിധാനമായും ഉപയോഗിക്കാം. കേരളത്തിലെ ഹരിതഗൃഹവാതക പ്രസരണത്തിൻ്റെ ഏറിയ ഭാഗവും ഊർജ്ജത്തിൽ നിന്നാണ്. അതിൽ 62% ഗതാഗത മേഖലയിൽ നിന്നുമാണ്. വൈദ്യുതി കൂടുതലും കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ. കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ള മേഖലയായ ഭാരവാഹനങ്ങളുടെ ഇതിനെ സഹായിക്കാൻ ഹരിത ഹൈഡ്രജന് സാധ്യമാകും. ഇപ്പോഴുള്ള ഹൈഡ്രജൻ ഉപഭോക്താക്കളായ റിഫൈനറിയും രാസവള നിർമ്മാണവും ഹരിത ഹൈഡ്രജനിലേക്ക് മാറ്റുന്നതും ഒരു ദീർഘകാല ലക്ഷ്യമാണ്. പാചകവാതകത്തിനായി പ്രകൃതിവാതകം വിതരണം ചെയ്യുന്ന ശൃംഖലയിൽ ഒരു ചെറിയ ശതമാനം സമയം 5 മിനിറ്റായി ടേബിൾ ചെയ്യാറുണ്ട്. യെസ്, താങ്ക് യു. ശ്രീ പി സുമോദ്. സർ, വൈദ്യുതി ഉൽപ്പാദന രംഗത്തും സ്വയം പര്യാപ്തതയിലുമെല്ലാം വളരെയേറെ മുന്നേറാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഹരിതോർജ്ജവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പരിസ്ഥിതി സൗഹൃദവും ജനോപകാരപ്രദവുമായ ഹരിതോർജ്ജ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുമായി സർക്കാർ നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് വിശദമാക്കാമോ? യെസ്. കേരളത്തിൽ ഏറെ സാധ്യതയും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായ ജലവൈദ്യുത പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ കേരള സർക്കാർ ക്രിയാത്മകമായ ഇടപെടലുമാണ് നടത്തിവരുന്നത്. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന 40 മെഗാവാട്ട് ശേഷിയുള്ള തോട്ടിയാറും 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിവീരണ പദ്ധതിയും അടക്കം 179.65 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദനശേഷി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൽ വൈദ്യുതി ബോർഡ് നേരിട്ട് 150.6 മെഗാവാട്ട്, സ്വകാര്യ സംഭരകർ വഴി 29 മെഗാവാട്ടും സ്വകാര്യ സംഭരകർ വഴി 29.05 മെഗാവാട്ടും പൂർത്തിയാക്കി. 111 മെഗാവാട്ട് ശേഷിയുള്ള 7 പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ആയതിനാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച 40 മെഗാവാട്ട് ശേഷിയുള്ള മാങ്കളം, 24 മെഗാവാട്ട് ശേഷിയുള്ള ചിന്നാർ എന്നീ പദ്ധതികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കും. സംസ്ഥാനത്ത് വരും വർഷങ്ങളിൽ നടപ്പാൻ ഉദ്ദേശിക്കുന്ന വൻകിട ജലവൈദ്യുതി പദ്ധതികൾ: ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി 800 മെഗാവാട്ട്, ലക്ഷ്മി ജലവൈദ്യുതി പദ്ധതി 240 മെഗാവാട്ട്, ശബരിഗിരി വിപുലീകരണ പദ്ധതി 450 മെഗാവാട്ട് എന്നിവയാണ്. കേരളത്തിൽ 6000-ൽ പരം മെഗാവാട്ട് എങ്കിലും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ സാധ്യമാണ്. ഇതിൽ മഞ്ഞപ്പുറ 30 മെഗാവാട്ട്, മുതിരപ്പുഴ 100 മെഗാവാട്ട് എന്നീ പദ്ധതികൾ ഇതിനോടകം തന്നെ സർക്കാർ തലത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് തന്നെ മാതൃകയായി സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ നാളിതുവരെ 1883 മെഗാവാട്ട് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് LDF സർക്കാരിൻ്റെ കാലത്ത് സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2016 സൗരോർജ്ജ പദ്ധതികളിൽ നിന്നുള്ള ആകെ സ്ഥാപിത ശേഷി 16.49 മെഗാവാട്ട് മാത്രമായിരുന്നു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 1866.51 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു. സൗരോർജ്ജ പദ്ധതികളുടെ 49,529 പുരപ്പുറങ്ങളിലും PM സൂര്യകാർ പദ്ധതികളുടെ 1,39,420 പുരപ്പുറങ്ങളിലുമായി 555 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ നിലയങ്ങൾ ഇതിനോടകം സ്ഥാപിച്ചു. PM സൂര്യകർ പദ്ധതിയുടെ
കേന്ദ്ര സബ്സിഡി ഇനത്തിൽ 999.97 കോടി രൂപ ഉപഭോക്താക്കൾക്ക് ലഭ്യമായിട്ടുണ്ട്. പദ്ധതിയുടെ നടത്തിപ്പിലെ പുരോഗതി കണക്കിലെടുത്ത് 194.9 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാരിൽ നിന്നും KSEBക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. പുരപ്പുര സൗരോർജ്ജ പദ്ധതിയിലൂടെ 2,87,200 പുരപ്പുറങ്ങളിലായി 1,587.374 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1,578 മെഗാവാട്ടിൻ്റെ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. സർ, ഹരിത ഇന്ധനമായ ഹൈഡ്രജൻ അതിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്. ഈ പദ്ധതി എന്നത്തേക്ക് പൂർണ്ണതോതിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും ഇതിൻ്റെ ഗവേഷണ സാങ്കേതിക സഹായങ്ങൾക്കുള്ള പങ്കാളികൾ ആരൊക്കെയാണെന്നും വ്യക്തമാക്കാമോ? ഹൈഡ്രജൻ ഹബ്ബ് പദ്ധതിക്കുള്ള ഭരണാനുമതി മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. DPR തയ്യാറാക്കൽ, പദ്ധതിയുടെ സൂക്ഷ്മ പരിശോധന തുടങ്ങിയ കാര്യങ്ങൾ കൺസൾട്ടൻസി സേവനം പ്രയോജനപ്പെടുത്തുകയാണ്. പദ്ധതി നിർദ്ദേശത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ കൺസൾട്ടൻസിയെ നിയമിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിയമനം നടത്തിയത് അനർഹത തന്നെയാണ്. ആയതിന് സർക്കാർ അനുമതി നേടിയിട്ടില്ല. അതിനെക്കുറിച്ചൊരു പ്രശ്നം വന്നതുകൊണ്ട് അത് അന്വേഷിച്ചിട്ടേ ചെയ്യൂ. സർ, നമ്മുടെ പൊല്യൂഷൻ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി എയർ കണ്ടീഷനുകൾ വീടുകളിൽ നിന്ന് പുറം തള്ളുന്നേക്കാൾ കൂടുതൽ വാഹനങ്ങളുടെ പുക കൂടുതലാണോ എന്നൊരു പഠനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുമോ? ഇതിൽ വാഹനങ്ങളെക്കാളും കൂടുതൽ എയർ കണ്ടീഷനിലാണ് അത് വരുന്നതെന്നുള്ളൊരു പഠനമുണ്ട്. എന്തായാലും അത് പരിശോധിക്കുന്നതാണ്. ശ്രീ എ രാജ. സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അത് ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ട് അത് പരിഗണിക്കുന്നതാണ്. ശ്രീ എം വിൻസെൻ്റ്. സാറ്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷക്കാലമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം, പുരപ്പുറ സോളാർ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ KSEBക്ക് വലിയ കോടികളുടെ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് അത് ഉപഭോക്താക്കൾ തന്നെ വച്ചുകൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് നേരത്തെ KSEB തന്നെ ചെയ്യുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല. ഈ പുരപ്പുറ സോളാർ പദ്ധതി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പലപ്പോഴും ക്ലീനിങ് പോലും നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉൽപ്പാദനം വളരെ കുറയുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ഹൈഡ്രജൻ വാലി പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു സമഗ്രമായ പഠനം നടത്തിയിട്ടാണോ ഈ പദ്ധതിയിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്? ഇല്ല, ഹൈഡ്രജൻ പദ്ധതി ഇപ്പോൾ പുതിയൊരു ആശയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സഹായിച്ച 4 സംസ്ഥാനങ്ങളിലേക്കായിട്ടുള്ള അത് കേരളത്തിനും കൂടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് പഠിച്ച ശേഷമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പുരപ്പുര സോളാറിനെ കുറിച്ചുള്ള അപാകതകൾ പരിഹരിക്കാൻ അതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കുന്നു. ശ്രീ എം രാജഗോപാലൻ. ഉത്തര മലബാറിൽ വൈദ്യുതി വിതരണം ശാക്തീകരിക്കാൻ ഉതകുന്ന ഉടുപ്പി കരിന്തളം വയനാട് പവർ ഹൈവേ പദ്ധതിക്കായി ബന്ധപ്പെട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിഹരിച്ചു വരികയാണ്. അഭിനന്ദനാർഹമാണ് സർ. സർ, ഇത് സംബന്ധിച്ച് കൃഷിക്കാർക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണെന്നുള്ളതാണ് സർ എൻ്റെ ചോദ്യം. കൃഷിക്കാർക്ക് നൽകാൻ ഒരു പ്രത്യേക പാക്കേജ് തന്നെ അതിനെ തയ്യാറാക്കിയിട്ട് അത് കൊടുക്കും. ചോദ്യം നമ്പർ 33 ശ്രീ K പ്രേംകുമാർ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സർ, ഞാൻ ഉത്തരം നൈസപൂർദ്ദമായി. താങ്ക് യു. ശ്രീ K പ്രേംകുമാർ. സർ, ടോപ്പ് അച്ചീവർ അവാർഡ് ഉൾപ്പെടെ നേടി ഇന്ത്യൻ ജനസംഖ്യയിൽ 3% താഴെ മാത്രം ജനസംഖ്യയുള്ള കേരളം വ്യവസായ രംഗത്ത് അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വിവിധ പദ്ധതികളിലൂടെ സംസ്ഥാനത്ത് MSME സെക്ടറിൽ വന്ന മാറ്റം വിശദമാക്കാമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. സർ, കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു രംഗം എന്നുള്ളത് ഈ MSMEകളാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് സംരംഭക വർഷം പദ്ധതി ആവിഷ്കരിച്ചത്. മികച്ച രീതിയിൽ നമുക്ക് അതിനകത്ത് മുന്നേറാൻ കഴിഞ്ഞു. ഉദ്യം രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് വരുമ്പോൾ ഏകദേശം 75,000 രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഉദ്യം രജിസ്ട്രേഷൻ 16 ലക്ഷത്തിന് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ്.
ഈ 16 ലക്ഷത്തിലേക്കുള്ള വളർച്ച മുഴുവൻ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലുണ്ടായ വ്യവസായങ്ങളാണ് നിങ്ങൾ അവകാശപ്പെടുന്നില്ല. കാരണം അത് ട്രേഡ്, അതുപോലെ ഇൻഫോർമൽ MSME എല്ലാം രജിസ്ട്രേഷൻ പറ്റി വലിയ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമാണ്. എന്നാൽ ആ 75,000-ൽ നിന്ന് 16 ലക്ഷത്തോളമുള്ള ഈ മാറ്റത്തിൽ ഏകദേശം 3.5 ലക്ഷത്തോളം നമുക്ക് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി 3,53,133 പുതുതായി തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 22,688.46 കോടി രൂപയുടെ നിക്ഷേപവും 7,49,712 പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജില്ലയ്ക്കകത്തും നല്ല മാറ്റമുണ്ടായി. അതിനകത്ത് 31% സ്ത്രീ സംരംഭകരാണ് എന്നതും പ്രത്യേകതയാണ്. നിലവിലുള്ള MSMEകളെ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും MSME ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമോ മാർക്കറ്റിങ്ങിൻ്റെയോ ടെക്നോളജിയുടെയോ മാനേജ്മെൻറ്റിൻ്റെയോ ബുദ്ധിമുട്ടുകൾ വന്നാൽ ഈ ക്ലിനിക്കിൽ പോയി ആവശ്യമായ അഡ്വൈസ് നേടാം. അതിനകത്ത് എക്സ്പെർട്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിനാവശ്യമായിട്ട് റെന്യൂമറേഷൻ ഗവൺമെൻറ് നൽകുന്നതാണ് MSME ക്ലിനിക് എന്നുള്ള സംവിധാനം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, GST റിട്ടേൺ എല്ലാം തയ്യാറാക്കാനായി ICAIയുടെ സഹായത്തോടുകൂടി എല്ലാ ജില്ലയിലും ഫ്രീ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിൽ വരുന്ന പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രിയും ഞാനും കൂടി ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ K-സ്റ്റോർ വഴി നമുക്ക് ലോക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 കോടി രൂപയുടെ വിൽപ്പന K-സ്റ്റോർ വഴി നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ബഹുമാനായ പൊതുവിതരണ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുകൂടാതെ ഓൺലൈൻ മാർക്കറ്റിങ്ങിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ MSMEകളെ ശക്തിപ്പെടുത്താനായി മിഷൻ 1000 നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പം ഞങ്ങൾ ചെറിയ സംരംഭങ്ങൾ, നാനോ സംരംഭങ്ങൾ, ആ സ്ത്രീകളാണ് കൂടുതൽ അത്തരം സംരംഭകരുള്ളത്. അവരെ ശരാശരി 1 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റാൻ ഒരു മിഷൻ 10,000 എന്ന പദ്ധതി കൂടി ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ മലയാളി പ്രൊഫഷണലുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നതിന്, തൊഴിൽ ചെയ്യുന്നതിന് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. സാർ, ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണലുകളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിങ്ക്ഡിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ വലിയ തോതിലുള്ള പ്രൊഫഷണലുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.2 ബില്യൺ മെമ്പർമാരാണ് ലിങ്ക്ഡിൻ പ്രൊഫഷണൽസ് ഉള്ളത്. ഏകദേശം 70 മില്യൺ കമ്പനികൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അവരുടെ ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഒരാൾ അവരുടെ പ്രൊഫൈലിനകത്ത് തന്നെ ഇന്ന കമ്പനി എന്ന് രജിസ്റ്റർ ചെയ്യും. ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലിങ്ക്ഡിൻ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് അത് വളരെ ശ്രദ്ധേയമാണ് സാർ. ലിങ്ക്ഡിൻ്റെ ഈ പ്രൊഫഷണലുകളുടെ ഇത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സ്കിൽ ടാലൻറ്റ് പൂളിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിൽ ശ്രദ്ധേയമായത് ലിങ്ക്ഡിനകത്തുള്ള ഈ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ അവരുടെ വളർച്ചാ നിരക്കിൽ ഈ നമ്മൾ 9ാം സ്ഥാനത്താണ് ടാലൻറ്റ് പൂളിൽ നിൽക്കുന്നതെങ്കിലും 172% പ്രൊഫഷണലുകളുടെ കാര്യത്തിൽ കേരളത്തിലെ വളർച്ചാ നിരക്ക് എന്നുള്ളത് അഭിമാനകരമാണ്. അത് നമ്മൾ 1ാം സ്ഥാനത്താണ്. ഗുജറാത്താണെങ്കിൽ 114%, ഉത്തർപ്രദേശ് 134%, മഹാരാഷ്ട്ര 109%, കർണാടക 92%, തെലങ്കാന 132% ഗ്രോത്ത് റേറ്റ്. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് ലിങ്ക്ഡിൻ നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈലുകൾ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 40,000 പ്രൊഫഷണലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് 9,800 പേർ, സൗദി അറേബ്യയിൽ നിന്ന് 1,600 പേർ, യുണൈറ്റഡ് കിങ്ഡം 1,600 പേർ, അമേരിക്കയിൽ നിന്ന് തന്നെ 1,200 പ്രൊഫഷണലുകൾ അമേരിക്കയിൽ ജോലി ചെയ്തവർ ഇപ്പോൾ കേരളത്തിലെ കമ്പനികളിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് ലിങ്ക്ഡിൻ റിപ്പോർട്ട് പറയുന്നത്. കർണാടകയിൽ നിന്ന് 7,700 പേർ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം, ഇങ്ങനെ വരുന്നവരുടെ മൂന്നാമതായി അവർ തിരഞ്ഞെടുക്കുന്നത് ഓൺട്രപ്രണർഷിപ്പാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ. അവിടെ പ്രൊഫഷണലുകളായിരുന്ന ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നു എന്നതും ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതിനേക്കാൾ കുറേ കൂടി ഉയർന്നതായിരിക്കും. ഇപ്പോൾ ലിങ്ക്ഡിനകത്ത് അംഗങ്ങളായിട്ടുള്ളവരുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ് സാർ. എന്നാൽ ഇതിലില്ലാത്ത മെമ്പർമാർ കൂടി നോക്കുമ്പോൾ കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നു. അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ P. നന്ദകുമാർ.
സർ, കേരളത്തിലെ വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കിയ വകുപ്പിനെയും മന്ത്രിയെയും അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം, വ്യവസായ കുതിപ്പിന് നല്ല സഹായകരമാണെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഗിഫ്റ്റ് സിറ്റിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുമോ? സർ, ഗിഫ്റ്റ് സിറ്റി പാലക്കാട് ഇൻഡസ്ട്രിയൽ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് 2 നോഡുകളാണ് ആദ്യം അംഗീകരിച്ച് വന്നിരുന്നത്. ഒന്ന് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയും 2 ഗ്ലോബൽ സിറ്റി എന്ന നിലയിൽ ഒരു ആദ്യം പറഞ്ഞ് ഗിഫ്റ്റ് സിറ്റി ആയിരുന്നു. പക്ഷേ ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിനുള്ളത് കൊണ്ട് ആ പേര് മാറ്റണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്ന പേരിലേക്ക് വന്നു. എന്നാൽ അതിനാവശ്യമായ കൺസൾട്ടൻസി വരെ കേന്ദ്ര അനുമതിയോടുകൂടി നമ്മൾ അതിലേക്ക് പോയെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പദ്ധതി തൽക്കാലത്തേക്ക് കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതിവേഗത്തിലാണ് നമ്മൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ 1ാം ഭാഗത്ത് സ്ഥലമേറ്റെടുത്തു കൊടുത്തു, ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയി നമ്മളാണെങ്കിൽ പോലും ഗിഫ്റ്റ് സിറ്റി അവിടെ ഉള്ളത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ മറ്റൊന്നിന് അവർ അനുമതി നൽകില്ല എന്ന സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. നമ്മളാണെങ്കിൽ ഭൂമി കണ്ടെത്തി ഭൂവുടമകളുമായിട്ടുള്ള പ്രക്രിയ, ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. എങ്കിൽ പോലും ആ പദ്ധതി പുതിയ തരത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതിലിപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ പ്രപ്പോസൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, ഒരു മാനുഫാക്ചറിങ്, വലിയ മാനുഫാക്ചറിങ് നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഐഫോൺ എവിടെ നിർമ്മിക്കാൻ പറ്റും? പക്ഷേ ഐഫോണിൻ്റെ കോൺസെപ്റ്റും ബ്രാൻഡിങ്ങും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും എപ്പോഴും കാലിഫോർണിയയിൽ തന്നെയാണ്. എന്നാൽ മാനുഫാക്ചറിങ് വിയറ്റ്നാമിലാകാം, ഇന്ത്യയിലാകാം, ആഫ്രിക്കയിലാകാം, ഏത് രാജ്യത്ത്, അഫ്ഗാനിസ്ഥാനിലാകാം, എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിയും. ഒരു $10-15 മാത്രമാണ് മാനുഫാക്ചറിങ് വാല്യൂ അഡീഷൻ വരുന്നത്. പ്രധാനപ്പെട്ട ഈ ഭാഗം നിൽക്കുന്നത് കാലിഫോർണിയയിലാണ്. അത് റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ഇന്നൊവേഷൻ ആ മേഖലയാണ്. അവിടെയാണ് കേരളത്തിൻ്റെ കരുത്ത്. അപ്പോൾ ഇന്ത്യയുടെ കാലിഫോർണിയയായി മാറാനും മറ്റ് സംസ്ഥാനങ്ങൾ മാസ് മാനുഫാക്ചറിങ്ങിൻ്റെ മേഖലയായി മാറാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ഗ്ലോബൽ സിറ്റി എന്നുള്ളത് അത്തരത്തിലുള്ള സംവിധാനമായി വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഭൂ ഉടമകളുമായി സംസാരിച്ചു. നമ്മളപ്പോൾ നിലവിലുള്ളതിൽ നിന്ന് തന്നെ ഇപ്പോൾ പുതുതായി ഗവൺമെൻറ് ഉത്തരവുണ്ട്, നമുക്ക് നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഭൂ ഉടമകൾക്ക് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് സംരക്ഷിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ സ്വന്തം നിലയിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോട് ഇനി മറ്റ് സഹായങ്ങളില്ലെങ്കിലും ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം, കുറെ കൂടി ജൂറിസ്ഡിക്ഷൻ മാറുന്നത്, അത്തരം കാര്യങ്ങൾ നൽകണമെന്നുള്ള പുതിയ കത്തും നൽകിയിട്ടുണ്ട്. ശ്രീ സലാം. സർ, ശാസ്ത്ര വളർച്ചയുടെ ഭാഗമായ ആധുനികമായ സൗകര്യങ്ങൾ സമൂഹത്തിൽ ഉൾച്ചേർക്കുക എന്നത് പ്രധാനമാണ്. ഇത്തരം കാര്യത്തിൽ പ്രതിപക്ഷം ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാണാൻ പറ്റും. സർ, എൻ്റെ ചോദ്യം, AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വിശദമാക്കാമോ എന്നുള്ളതാണ് സർ. സർ, AI ക്യാമറ നമ്മുടെ കെൽട്രോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇപ്പോൾ കെൽട്രോൺ അഭിമാനകരമായ ഒരു പദ്ധതിയായി മാറി. നമ്മളെല്ലാവരും കാണേണ്ടത്, ഈ ഹൈക്കോടതി ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും, വികസന നടപടികളെയും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൊടുത്ത കേസാണ്. ആ കേസിലാണ് ഹൈക്കോടതി വിധി നടത്തിയിട്ടുള്ളത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. നാം കാണേണ്ട ഒരു ഭാഗം, ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. മറ്റ് കരാറുകളിലേക്ക് പോകുമ്പോൾ, ടെൻഡറിലേക്ക് പോകുമ്പോൾ കെൽട്രോൺ ഇത് കേസിൽ നിൽക്കുന്ന സ്ഥാപനമാണല്ലോ എന്ന ബുദ്ധിമുട്ടുകളുണ്ടായി. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷവും പ്രത്യേകം കൊടുത്ത കേസുകളാണ്. സാധാരണ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ വക്കീൽ ഫീസെങ്കിലും ലാഭിക്കാൻ പറ്റും. പക്ഷേ പ്രത്യേകമാണ്. 2 കക്ഷികളായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ശ്രീ VD സതീശൻ, രമേശ് ചെന്നിത്തല, രണ്ട് കക്ഷികളായിട്ടാണ് കാണുന്നത്. അതേസായിട്ടല്ല, 2 കേസായിട്ടാണ് കാണുന്നത്. ഒറ്റ വക്കീലാണെങ്കിൽ നല്ലത്. അപ്പം അതിൽ ഒരു വാചകം മാത്രമേ ഞാൻ ഈ വിധിയിൽ വായിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. The 90-page writ petition fails to pinpoint any specific instance of malafide or corruption, instead relying on general allegation. ഈ 90 പേജുള്ള ഈ റിട്ട് പെറ്റീഷനിൽ ഒരു തെളിവും മാലാഫൈഡിനോ അഴിമതിക്കോ ഹാജരാക്കാനായി ഇതിൽ ഈ 90 പേജുള്ള റിട്ട് ഹർജി പരാജയപ്പെട്ടിരിക്കുന്നു. പൊതുവായിട്ടുള്ള ആരോപണങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനകത്തില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിന്യായം. അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പദ്ധതികളും പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഉന്നയിക്കാം, ചർച്ച ചെയ്യാം, അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. ശ്രീ IB സതീഷ്. സർ, ലോകത്തെ തന്നെ ശ്രദ്ധേയരായ സംരംഭങ്ങളുടെയും സംരംഭകരുടെയും സാധ്യതയായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു.
സംസ്ഥാനത്തെ MSMEകളെ സഹായിക്കുന്നതിനായി നിർമ്മിക്കുന്ന യൂണിറ്റി മാളിൻ്റെ നിർമ്മാണ പ്രവർത്തന പുരോഗതി വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, യൂണിറ്റി മാൾ എന്നുള്ളത് ഒരു കേന്ദ്ര പദ്ധതിയായിട്ടാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയതാണ്. അത് അതിവേഗത്തിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ആ മാളുള്ളത്. ആ മാളിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ODOP, ഒരു 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് അതിന് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഏറ്റവും വേഗത്തിൽ നമ്മളാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്തെ യൂണിറ്റ് മാൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് അറിയിക്കാനുള്ളത്. ശ്രീ CR മഹേഷ് അങ്ങ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇല്ല. ശ്രീ ജോബ് മൈക്കൽ. സാർ, വ്യവസായ രംഗത്ത് അങ്ങ് നടപ്പാക്കുന്ന നല്ല വിപ്ലവപരമായ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ. എനിക്ക് എൻ്റെ നിയോജകമണ്ഡലം ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 40 വർഷത്തിൽ കൂടുതലായി സംരംഭകർ അനുഭവിച്ചു വന്ന വസ്തു സംബന്ധമായ ഉടമസ്ഥാവകാശ തർക്കം അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും ഇടപെട്ട് 26 അതിലധികം സംരംഭകർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇനി ബാക്കി നിൽക്കുന്ന ഏതാനും സംരംഭകർ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ അങ്ങ് അടിയന്തരമായ ഇടപെടൽ നടത്തുമോ? ആ പ്രശ്നം പരിഹരിച്ച് അങ്ങ് നേരിൽ വന്ന് സംരംഭകർ രേഖകൾ നൽകാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ഒരാളും നേരിൽ വരാതെ തന്നെ രേഖകൾ ഓൺലൈനായി കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനായ റവന്യൂ മന്ത്രിയുടെയും കൂടി സഹായത്തോടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറെക്കാലത്തെ ശ്രീ കെ ബാബു ഒക്കെ അദ്ദേഹം ബഹുമാനായ മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹവും പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടുള്ളതാണ് ഈ ലാൻഡ് ഓണർഷിപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കണം. അത് നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഓണർഷിപ്പ് മാറണമെങ്കിൽ 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അത് മാറാനുള്ള സൗകര്യമായി. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ആക്ടിവിറ്റി മാറാൻ കഴിയും. എന്നാൽ ചിലത് കേസുകൾ നിൽക്കുന്നുണ്ട്. കേസുകൾ നിൽക്കുന്നത് കോടതിയുടെ അനുമതിയോടുകൂടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടീം ഇപ്പോൾ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു GPA ബഹുമാനായ അഡ്വക്കേറ്റ് ജനറൽ അതിനെ അനുവദിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി നമുക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ എല്ലാ ഭൂമിയിലും വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന സ്ഥിതി ഉറപ്പുവരുത്താൻ കഴിയും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങ് ന്യൂ ജനറേഷൻ സ്കീമുകളെക്കുറിച്ചും പുതുതായിട്ട് വന്ന ഈ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. സാർ, നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഈ വ്യവസായങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഞാൻ അങ്ങയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സാർ, എല്ലാം വളരെ പൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. അപ്പോൾ പുതിയത് നമുക്ക് കൊണ്ടുവരണം, പുതിയതിന് വേണ്ടിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നടത്തണം, പുതിയ ചാൻസ് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കണം. പക്ഷേ പണ്ട് മുതലേ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ തുറന്ന് അതേ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി എടുക്കുമോ? ട്രാവൻകൂർ സിമെൻറ്റ്സ് ഒരു പ്രത്യേക കാര്യമായി കൂടി ഞാൻ ചോദിക്കും. അങ്ങ് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ട്രാവൻകൂർ സിമെൻറ്റ്സിൻ്റെ. അങ്ങേക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് മാറ്റുന്നതിനുള്ള ഒരു നല്ല ശ്രമം നടന്നിരുന്നു. സർക്കാരിൻ്റെ ഒരു വകുപ്പല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ശക്തിപ്പെടുത്തി ലാഭകരമാക്കി മത്സരക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഈ സഭയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞു. 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളത് ലാഭത്തിലേക്ക് വന്നു. നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളുടെ നഷ്ടം കുറച്ചു, ടേൺ ഓവർ കൂടി. അതുപോലെ തന്നെ അതിനകത്ത് പുതിയ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കേരളത്തിൻ്റെ കെൽട്രോൺ അഭിമാനകരമായ രൂപത്തിൽ 1250 കോടി ടേൺ ഓവറുള്ള വലിയ സ്ഥാപനമായി കെൽട്രോൺ ഗ്രൂപ്പ് മാറിയിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ട്രാവൻകൂർ സിമെൻറ്റ്സ് അങ്ങേക്ക് അറിയാവുന്നതുപോലെ കുറച്ച് പ്രതിസന്ധി നന്നായി ഉള്ള സ്ഥാപനമാണ്. അത് മെച്ചപ്പെടുത്തുമെന്നുള്ള പുതിയ MDയെ വളരെ ട്രാൻസ്പെറൻ്റായി തന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലം അത് വിൽപ്പനയ്ക്കുള്ള ശ്രമം നടന്നിരുന്നു. അങ്ങയുടെ എല്ലാ ട്രേഡ് യൂണിയനുകളുടെ അനുമതിയോടുകൂടി അതിനകത്ത് കുറച്ച് മുന്നോട്ട് പോയെങ്കിലും കോടതിയുടെ നടപടികൾ മൂലം കുറച്ച് വൈകിട്ടുണ്ട്. അതിനകത്ത് പുതിയ മാറ്റങ്ങൾ, ആ സ്ഥലം കൂടി ഇപ്പോൾ ഉള്ള സ്ഥലം കൂടി ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങ് അതിന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും. ശ്രീമതി KK ശൈല ടീച്ചർ. സർ, മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഒരു കിൻഫ്ര പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതിന് നൽകുന്ന ശ്രദ്ധയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവിടെ ഒരു ഫുഡ് പാർക്ക് സ്ഥാപിക്കുന്നതിന് വേൾഡ് ബാങ്ക് എയ്ഡോടുകൂടി തീരുമാനമായിട്ടുണ്ടെന്ന് അറിയുന്നു. എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കാൻ അങ്ങയുടെ നടപടി ഉണ്ടാകുമോ? സർ, മട്ടന്നൂർ ഉൾപ്പെടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യവസായ മുന്നേറ്റത്തിൻ്റെ പ്രധാന സവിശേഷത അത് എല്ലാ ഭാഗത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ബഹുമാനായ അംഗം ശ്രീ അഷ്റഫില്ല, അദ്ദേഹം ഇന്നലെയും തന്നെ പറയുകയുണ്ടായി, അനന്തപുരത്തിന് ഒട്ടും സ്ഥലമില്ല, ഉടൻ തന്നെ അതേ നിരാകാരമില്ല, സത്യാഗ്രഹത്തിലാണ്, ഒട്ടും സ്ഥലമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി.
അങ്ങേക്കും അറിയാം, അങ്ങും അവിടെ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കണ്ണൂരും തലശ്ശേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കൂത്തുപറമ്പ് ടീച്ചർ ഇനീഷ്യേറ്റീവ് എടുത്ത് ആരംഭിച്ച ആ മേഖലയ്ക്കകത്ത് ഇപ്പോൾ നമ്മൾ SDF പൂർണ്ണമായിട്ടും നമുക്കത് അലോട്ട് ചെയ്യാൻ കഴിഞ്ഞു. മറ്റ് ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നമുക്കിപ്പോൾ എല്ലാ ജില്ലയ്ക്കകത്തും വികസനം എന്ന കാഴ്ചപ്പാടാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം മേഖലയ്ക്കകത്ത് വേണ്ടി KSIDCയുടെ നോഡൽ ഓഫീസ് കോഴിക്കോട് ആരംഭിച്ചു. ഇപ്പോൾ കേരളത്തിൽ KSIDC ഏറ്റവും കൂടുതൽ ലോൺ നൽകിയിട്ടുള്ളത് ആ നോഡൽ ഓഫീസ് വഴിയാണ്. അതുപോലെ തന്നെ കിൻഫ്രയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസായി മട്ടന്നൂർ ആ ഓഫീസ് നോർത്തേൺ മേഖലയുടെ മാറ്റിയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ പദ്ധതി കേന്ദ്ര സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്. സർ, ഈ റിവേഴ്സ് മൈഗ്രേഷൻ മുഴുവൻ വളരെ വലിയ ഒരു നേട്ടമാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വ്യവസായ മന്ത്രിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിലെ സ്വദേശിവൽക്കരണം, അതുപോലെ തന്നെ AI ടെക്നോളജി വന്നപ്പോൾ അമേരിക്കയിലുള്ള അവസര നഷ്ടം ആളുകളെ നിർബന്ധിതരാക്കുന്നുണ്ട് തിരിച്ചു പോരാൻ. ഇവിടെ വന്ന് അവർ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ നെഗറ്റീവായി പറയല്ല, പക്ഷേ അതിനൊരു കൺസേർഡ് എഫേർട്ടാക്കി എടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്നല്ലാതെ ഈ റിവേഴ്സ് മൈഗ്രേഷൻ മുഴുവൻ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് കരുതുന്നുണ്ടാവില്ല എന്ന് കരുതുകയാണ്. അപ്പോൾ അവർ ലിങ്കിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. അതിൽ തിരിച്ചു വരുന്ന ആളുകളുടെ കണക്ക് ഒരുപക്ഷെ നമുക്ക് അത്ര പോസിറ്റീവ് സൈൻ അല്ല. റെമിറ്റൻസ് അലാമിംഗ് ആണ്. റെമിറ്റൻസ് കുറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഫോറിൻ റെമിറ്റൻസ് കുറയുന്നത്. അവസര നഷ്ടം കൊണ്ട് ആളുകൾ നിവൃത്തിയില്ലാതെ തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അവസരമാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതല്ല, പക്ഷെ അതൊരു നേട്ടമായി കാണുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അത് ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമാണ്. അങ്ങും കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കുന്ന ഒരാളാണല്ലോ. ഇത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരല്ല. ഈ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം പരിചിതമായ ആളുകൾക്ക് അറിയാമല്ലോ, പ്രൊഫഷണലുകളുടെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ അവർ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ അമേരിക്കയിൽ IBM ജോലി ചെയ്യുന്നാൽ കേരളത്തിൽ IBMലേക്ക് മാറിയാൽ കേരളത്തിലേക്ക് മാറ്റം ചെയ്യും. അങ്ങനെ മാറിയത് മാത്രമാണ്. ഇത് തൊഴിൽ നഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരല്ല. അതാണ് പറഞ്ഞത്, യഥാർത്ഥത്തിലുള്ള തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഇത് ലിങ്ക്ഡിൻ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. ഞാൻ IBMൽ IBMൻ്റെ അവരുടെ കഴിഞ്ഞ വാർഷികത്തിന് പോയപ്പോൾ 3000-ഓളം വരുന്ന ആളുകളുണ്ട്. അതിനകത്ത് റിവേഴ്സ് മൈഗ്രേഷൻ 30% 30% ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടുത്തെ ജോലിയിൽ നിന്ന് IBMലേക്ക് മാറിയത്. അത് നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കണക്കല്ലല്ലോ, നല്ലൊരു കണക്ക് തന്നെയാണ്. നാം കാണേണ്ടത്, അങ്ങ് പറഞ്ഞൊരു ഭാഗം ശരിയാണ്. സൗദി മാത്രമല്ല, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്നുള്ളത് വളരെ പെട്ടെന്ന് വിസ നിയമങ്ങൾ മാറുന്നു, പ്രശ്നങ്ങൾ വരുന്നു, ഒരിടത്തും തുടർച്ചയായി നിൽക്കാൻ കഴിയാത്ത പുതിയ സാഹചര്യം വരുന്നുണ്ട്. ആ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ അവിടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയുള്ളവരോ തിരിച്ചു വരാൻ ഇടയുള്ളവരോ വരുമ്പോൾ നമ്മുടെ ടാലൻറ്റ് പൂൾ വികസിതമാകും. നമുക്കൊരു സ്ട്രെങ്ത്താണ്. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് കേരളത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഇപ്പോൾ വ്യവസായ മൂലധനം ഒഴുകി മടക്കുന്നത് പശ്ചാത്തല സൗകര്യത്തേക്ക് അപ്പുറത്ത് ഇന്നൊവേഷൻ ടാലൻറ്റ് പൂളാണ്. ഈ ടാലൻറ്റ് പൂൾ ഇവിടെയുള്ളപ്പോൾ നമ്മൾ പുതിയ അവസരങ്ങളിൽ കമ്പനികൾ ഇങ്ങോട്ട് വരും, മൂലധനം ഇങ്ങോട്ട് വരും. അതിനെ വളരെ പോസിറ്റീവായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യം നമ്പർ 34 ശ്രീ K. ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട വ്യവസായം കയർ ധനവകുപ്പ് മന്ത്രി. സാർ, ഞാൻ വ്യവസായം കയർ വകുപ്പ് മന്ത്രി, സോറി സാർ, ഉത്തരം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. താങ്ക് യു. ശ്രീ K. ബാബു നെന്മാറ. മൂന്നാം ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തിയും തങ്ങളുടെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ ട്രംപുമായി ചങ്ങാത്തമുണ്ടായിട്ടും മോദി ഭരിക്കുന്ന ഇന്ത്യക്ക് 50% സാർ തീരുവ. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിലുണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. സാർ, എൻ്റെ ചോദ്യം ഇതാണ്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സംഗമം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ലഭ്യമായ നിക്ഷേപ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും പുരോഗതിയും വിശദമാക്കാമോ എന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു സംഗമമായിരുന്നു. അവർ മുന്നോടിയായി കുറേ പരിപാടി സംഘടിപ്പിച്ചു. അതിനുശേഷം എല്ലാ ബുധനാഴ്ചയും വ്യവസായ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് റിവ്യൂ നടക്കുന്നുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ടിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാസത്തിൽ തന്നെ റിവ്യൂ നടത്തി പോകുന്നുണ്ട്. ഇതുകൂടാതെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവർ റിവ്യൂ ചെയ്യുന്നുണ്ട്. KSIDCയുടെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മേഖല ഡയറക്ടർമാരുടെ ഒരു മീറ്റിംഗ് എല്ലാ ആഴ്ചയും ചേർന്ന് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ സഭയിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, അവിടെ വന്ന EOയുടെ 4-1 നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ കല്ലിട്ടത് ലോകോത്തര കമ്പനിയായിട്ടുള്ള ശ്രീ ഭാരത് ബയോടെക്കിൻ്റെ ഫുഡ് പ്രോസസ്സിംഗ് ലൈഫ് സയൻസ് മേഖലയിലെ യൂണിറ്റാണ്. ആ കല്ലിട്ടിരിക്കുന്നത് IKGSൽ വന്ന ഇഒയുടെ 98ാമത്തെ പ്രൊജക്റ്റാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം സാർ, അവിടെ പങ്കെടുത്ത പത്മഭൂഷൺ കൃഷ്ണയിള കോവാക്സിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം 2 കാര്യം കേരളത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം കേരളത്തിൽ തുടങ്ങാൻ പോയപ്പോൾ ഹൈദരാബാദിലുള്ള മലയാളികൾ, ഗൾഫിലുള്ള മലയാളികൾ, അവരിലാണ് ചിലർ ചോദിക്കുമ്പോൾ അയ്യോ കേരളത്തിലേക്കാണോ പോകുന്നത്, വേറെ ആരും ചോദിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. ബഹുമാനായ പ്രതിപക്ഷ നേതാവും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കൂടി കേൾക്കാൻ അദ്ദേഹം കൃഷ്ണയിള പറഞ്ഞ ഒരു കാര്യം, കേരളത്തിലേക്ക് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മലയാളികളാണ്. അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് സൈഡ്, അദ്ദേഹം ഇന്ത്യയിൽ എല്ലായിടത്തും പങ്കെടുത്ത ഇൻവെസ്റ്റ് സമ്മിറ്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നിച്ച് വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ എന്നതും അഭിമാനകരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നല്ല സൈനാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മൂലധനത്തെ, വ്യവസായത്തെ, തൊഴിലവസരം സൃഷ്ടിക്കാൻ നിൽക്കുന്നതിന് അത്തരത്തിലുള്ള പത്മഭൂഷണെ ഇളയെപ്പോലുള്ള ആളുകൾ പ്രകീർത്തിച്ച കാര്യവും ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഫാക്ടറിയോ യന്ത്രങ്ങളോ മനുഷ്യാധ്വാനമോ വേണ്ട, മാസം പ്രതി 5.25 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് ഒരു യുവജന നേതാവ് തുടക്കം കുറിച്ചു. സർ, എൻ്റെ ചോദ്യം ഇതാണ്. സംസ്ഥാനത്ത് അടുത്ത കാലത്തായി നടത്തിയ വൻകിട നിക്ഷേപങ്ങൾ ഏതൊക്കെ മേഖലകളിലാണെന്ന് വ്യക്തമാക്കാമോ? നമ്മൾ വ്യവസായങ്ങൾ ആകർഷിക്കുന്നത് കേരളത്തിൻ്റെ വ്യവസായ നയത്തിലുള്ള 22 മുൻഗണനാ മേഖലകളെയാണ്. നമ്മുടെ വ്യവസായ നയത്തിൻ്റെ മോട്ടോ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നേച്ചർ, പീപ്പിൾ, ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വന്നിട്ടുള്ള ലോകോത്തര കമ്പനികൾ, IBM അത് USA കമ്പനിയാണ്, വെൻഷ്വർ അമേരിക്കൻ കമ്പനിയാണ്, സഫ്രാൻ ഫ്രാൻസ് കമ്പനിയാണ്, ഹണിവെൽ USA കമ്പനിയാണ്, കാസ്പിയൻ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ്, ഓർക്കല നോർവേ കമ്പനിയാണ്, ഒട്രേന ഡെൻമാർക്ക് കമ്പനിയാണ്, എയർ പ്രൊഡക്ട്സ് USA കമ്പനിയാണ്, ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ്, GRH എഫിനിറ്റി USA കമ്പനിയാണ്, അഡസോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ്, നീറ്റ ജലാറ്റിൻ നേരത്തെയുള്ള എക്സ്പാൻഷനാണ് ജപ്പാൻ കമ്പനിയാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ IKGSൻ്റെ കല്ലിടലിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഗ്രാൻഡ് തോർമോട്ടൺ USA കമ്പനിയാണ്, ട്രസ്ന ടെക്നോളജി അയർലൻഡ് കമ്പനിയാണ്, മൈൻ സ്പൈസിൻ്റെ ഫ്രാൻസ് കമ്പനിയാണ്, മക്കോമിക് സ്പൈസ് കമ്പനിയാണ് USA, ഫ്രിജിബോറോ ജപ്പാൻ കമ്പനിയാണ്, ഡൈനാമേറ്റഡ് ഇറ്റാലിയൻ കമ്പനിയാണ്, നാവിഗേറ്റ് USA കമ്പനിയാണ്, നോവിൻകി USA കമ്പനിയാണ്, നിസാൻ നേരത്തെ ഉള്ളതിൻ്റെ എക്സ്പാൻഷനാണ് ജപ്പാൻ കമ്പനിയാണ്, BI പെറിയൻ ബേക്കർ ഡെല്ലി പെറിയൻ ദാറ്റ് ഈസ് UK കമ്പനിയാണ്, സ്ട്രാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ്, TNP ഫ്രാൻസ് കമ്പനിയാണ്, ഇലക്ട്രോബിറ്റ് ജർമ്മൻ കമ്പനിയാണ്, ENY നേരത്തെ ഉള്ളതിൻ്റെ ഇപ്പോൾ 10,000 പേരിലേക്ക് വികസിപ്പിച്ചു, അത് USA കമ്പനിയാണ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട വിദേശ കമ്പനികൾ ഈ കാലയളവിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചതോ നിലവിലുള്ളതിൻ്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും അഭിമാനകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ശ്രീ CH കുഞ്ഞമ്പു. സർ, വ്യാവസായിക രംഗത്ത് വൻ മുന്നേറ്റമാണ് LDF സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ വ്യവസായ മന്ത്രിക്ക് A+ ആണ് സർ ഉള്ളത്. നല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചു. കേരളത്തിൽ വൻതോതിൽ വ്യവസായ നിക്ഷേപം വന്നു, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യവസായ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തു. തുടർന്നുള്ള വ്യവസായത്തിന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. അത് ഏത് ഘട്ടത്തിലാണ് എന്ന് ഒന്ന് വിശദമാക്കാമോ? സാർ, ഞാൻ നേരത്തെ ഒരു ഉത്തരത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചു. നമ്മൾ സ്ഥലമേറ്റെടുക്കൽ പദ്ധതി എല്ലാം പൂർത്തീകരിച്ചു, കൈമാറി. SPV നമ്മളും 50, അവരും 50 SPV കമ്പനി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഈ മാസത്തെ ഒക്ടോബറോട് കൂടി തന്നെ ടെൻഡർ അവാർഡ് ചെയ്യും. അപ്പോൾ ആദ്യം ഈ പ്രഖ്യാപിച്ച 12 ഇൻഡസ്ട്രിയൽ കോറിഡോറുകളിൽ ആദ്യം ഈ ടെൻഡർ അവാർഡ് ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആയിരിക്കും. കഴിഞ്ഞ ദിവസം ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ ആ പദ്ധതിയുടെ അവിടെ വന്ന് വരികയും അവരുടെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പ്രത്യേകമായി ടീം പ്രവർത്തിക്കുന്നുണ്ട്. കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനായി രൂപീകരിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർ, സംസ്ഥാനത്തിൻ്റെ അഭിമാനമാണ് കെൽട്രോൺ. കെൽട്രോൺ ഇന്ന് വലിയ രൂപത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ്. കെൽട്രോൺ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന നിലവിലെ പ്രധാന പദ്ധതികളെ സംബന്ധിച്ച് വിശദമാക്കാമോ? അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കെൽട്രോണിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമി വ്യവസായ ഗവേഷണ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വിവരിക്കാം. സർ, കെൽട്രോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ അദ്ദേഹം ചോദിച്ച അവസാനത്തെ ഭാഗം, ഈ തൃശ്ശൂർ കെൽട്രോണിൻ്റെ ഭൂമി
അത് നേരത്തെ കുറേ കാലമായി 10-25 വർഷത്തിലധികമായി കേസിൽ കിടക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഇലക്ട്രോണിക് സെക്രട്ടറി ആയിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഈ ബഹുമാനായ അംഗം ശ്രീ സേവ്യർ ചിറ്റപ്പള്ളി ഇപ്പോഴും അതുപോലെ മുൻ മന്ത്രി ശ്രീ മൊയ്തീനും അദ്ദേഹം കുറേ ശ്രമങ്ങൾ നടത്തിയതാണ്. അവിടെ ഇപ്പോൾ 12 ഏക്കർ വസ്തുവിൽ നിന്ന് അതിന് നേരത്തെ നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതയ്ക്ക് എതിരായിക്കൊണ്ട് 5 ഏക്കർ സിമെന്റിന് തന്നെ അവരുടെ പദ്ധതി വികസിപ്പിക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള 7.19 ഏക്കറിൽ കെൽട്രോണും സിമെന്റും ചേർന്ന് ഒരു സംയുക്ത സംരംഭം ആരംഭിക്കുമെന്നുള്ള പ്രവർത്തനത്തിനുള്ള അംഗീകാരവും ക്യാബിനറ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കെൽട്രോൺ നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കൂടി കെൽട്രോണിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർവേ, വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്. ഡിഫൻസിൻ്റെ ഏത് പ്രതിരോധ കപ്പലിറങ്ങിയാലും ഏറ്റവും ചുരുങ്ങിയത് 3 കമ്പോണൻ്റെങ്കിലും നിർമ്മിക്കുന്നത് കെൽട്രോൺ ആണ് എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ്. അപ്പോൾ നാം കണ്ട സ്വപ്നത്തിലേക്ക് കെൽട്രോണിനെ കൊണ്ടുപോകാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. ശ്രീ എന്നെ നെല്ലിക്കുന്ന്. സർ, കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വളരെ ലാഭത്തിലാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കാം. ബഹുമാനായ ശ്രീ നെല്ലിക്കുന്ന് അതിൽ തുടർച്ചയായി ഇടപെടുന്നതാണ്. അദ്ദേഹത്തിനും അറിയാം, നമ്മൾ വരുമ്പോൾ അടഞ്ഞു കിടന്നിരുന്ന സ്ഥാപനമാണ്. അത് നമ്മൾ ബെമലിന് കൊടുത്തു, ബെമൽ അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ കേരള ഗവൺമെൻറ് തിരിച്ചു പിടിച്ചു. അത് നല്ല രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ നല്ല ഓർഡറുകൾ വരുന്നുണ്ട്. അദ്ദേഹം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കേരളത്തിന് അഭിമാനകരമായി പോകാവുന്ന രൂപത്തിലുള്ള സഹായം നൽകുന്നുണ്ട്. ഈ ദിവസം തന്നെ ട്രേഡ് യൂണിയനുകളുമായിട്ട് പ്രത്യേക ഒരു ചർച്ചയും അതിൻ്റെ തുടർച്ചയും നടത്തുന്നുണ്ട്. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, ധാതുമൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നാളിതുവരെ സ്ഥലം വാങ്ങിച്ചിട്ട് മൈൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന സംവിധാനമായിരുന്നു. ഇപ്പോൾ സ്ഥലം ലീസിലെടുക്കാൻ ഡയറക്റ്റ് വസ്തു ഉടമകളിൽ നിന്ന് ലീസിലെടുത്ത് മൈൻ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ഇവിടെ റവന്യൂ വകുപ്പിന് വില നിശ്ചയിക്കുക എന്നുള്ള ഒരു നിലപാടാണ് എടുക്കേണ്ടത്. പക്ഷെ അത് ചുവപ്പ് നടയിൽ കുടുങ്ങുന്നു എന്നതാണ് പൊതുവെയുള്ള ആക്ഷേപം. ഇത് സമയബന്ധിതമായിട്ട് നടപ്പാക്കുവാൻ വേണ്ടി അങ്ങയുടെ ഭാഗത്ത് ഇടപെടലുണ്ടാകുമോ? സാർ, ഇപ്പോൾ നേരത്തെ വിലയ്ക്ക് വാങ്ങുന്നു. വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ മൈനിങ് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം പ്രത്യേകിച്ച് ഉപയോഗിക്കാതെയാണ് പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക പദ്ധതി ഇപ്പോൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലീസിന് വാങ്ങുന്നു. ലീസിനെടുത്തിട്ട് നമ്മൾ മൈൻ ചെയ്ത് കഴിഞ്ഞ് അത് ലെവൽ ചെയ്ത് തിരിച്ച് ഭൂ ഉടമയ്ക്ക് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ലീസ് ഏകദേശം തന്നെ ഭൂവിലയുടെ ഒരു 75% ഇപ്പോൾ റവന്യൂ എല്ലാം അംഗീകരിച്ച് വന്നിട്ടുള്ളത്. അതനുസരിച്ച് ലീസിനെടുത്ത് നമ്മൾ മണലെടുത്ത് അതിന് മിനറൽസ് തിരിച്ചു കഴിഞ്ഞാൽ ആ മണൽ ബാക്കിയുള്ള മണൽ അവിടെ തന്നെ നിക്ഷേപിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുന്ന പദ്ധതിയാണ്. അത് പുതിയ രീതിയാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ കുറച്ച് കാലതാമസം സ്വാഭാവികമാണ്, പുതുതെന്ന രീതിയിൽ വന്നിട്ടുണ്ട്. സമയബന്ധിതമായി നടപ്പിലാക്കാൻ ശ്രമിക്കും. ശ്രീ കെ പി മജീദ്. ഈ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എമർജിംഗ് ഇതുണ്ടായിരുന്നു, അങ്ങനെ വരാൻ പറ്റില്ല. അവിടെ വന്നൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിൻ്റെ പ്രശ്നമാണ്, ലാൻഡിൻ്റെ അഭാവമാണ്. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലാൻഡുണ്ട്, പൊതുമേഖലാ സ്ഥാപനം, ഇപ്പോൾ സ്പിന്ന് മില്ല് എടരിക്കോട്, അതുപോലെ കല്ല്, മലപ്പുറത്ത് അതുപോലെയുള്ള ഒരു വ്യവസായ സ്ഥാപനം ഇങ്കൽ, അവിടെയുള്ള വലിയ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്. നേരത്തെ സ്ഥലം കൊടുത്ത ആൾക്കാർ തന്നെ അവിടെ തുടങ്ങാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലം കണ്ടെത്തി ഈ വ്യവസായ സംരംഭത്തിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മെച്ചപ്പെടും. അങ്ങ് അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഇൻവെസ്റ്റ് സമ്മിറ്റ് ഉണ്ടായിരുന്നു. ബഹുമാനരായ എല്ലാ MLA-മാരും അതിൽ പങ്കെടുത്തു. അതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞ് ഇൻകലിൻ്റെ കാര്യം ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഞാൻ പ്രത്യേകം പരിശോധിച്ചിരുന്നു. ഇൻകലിൻ്റെ സ്ഥലം ഇപ്പോൾ 17 ഏക്കർ നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ കല്ലിടാനായിട്ട് പുതിയ കമ്പനി അവർ ഡേറ്റ് വെച്ചെന്നാൽ വരികയുണ്ടായി. ബാക്കിയുള്ള കുത്തനെ കിടക്കുന്ന സ്ഥലത്ത് സോളാർ പദ്ധതിക്കും അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റൈൽ മേഖലയിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുമായിട്ട് സംസാരിച്ചിരുന്നു. ടെക്സ്റ്റൈൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം 30 വർഷത്തേക്ക് ലീസിന് കൊടുക്കാനുള്ള ഒരു അംഗീകാരം പൊതുവെ ട്രേഡ് യൂണിയനുകൾ വ്യവസായ ആവശ്യങ്ങൾക്ക് നൽകാനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ സ്ഥലം കൂടി ഉപയോഗിക്കാനായിട്ട് കഴിയും. മലപ്പുറത്ത് നല്ല സാധ്യതയുണ്ട്. അതനുസരിച്ചുകൊണ്ട് വ്യവസായം കൊണ്ടുവരാൻ എല്ലാവരുടെയും പിന്തുണ കുറേ കൂടി ശക്തമായി ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ചോദ്യം നമ്പർ 35 ശ്രീ PP ചിത്തരഞ്ജൻ, നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. മേശപ്പുറത്ത് വയ്ക്കുന്നു. PP ചിത്തരഞ്ജൻ, പെട്ടെന്ന് ചോദിച്ചാൽ കുറേ കയർ വ്യവസായത്തിൻ്റെ വളരെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു കാലമാണ് സാർ. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ അതിനകത്ത് അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം സാർ, പുതിയ ഡിസൈനുകളിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള തൊഴിലാളികൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളായിട്ടുണ്ടോ, ഏതെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. പുതിയ കാഴ്ചപ്പാട് നമ്മൾ കയർ മേഖല പരമ്പരാഗത വ്യവസായ പ്രതിസന്ധി പരിശോധിച്ചുകൊണ്ട് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആധുനിക ഡിസൈനുകൾ നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് തൊഴിലാളി സംഘടനകളൊക്കെയായി ചർച്ച ചെയ്ത് മോഡ്യൂൾ തയ്യാറാക്കി പരിശീലനം 500-ലധികം ആളുകൾ പൂർത്തീകരിച്ചു. അവരെ പ്രത്യേക ഒരു സൊസൈറ്റി രൂപീകരിച്ചു. ആ സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. നല്ല രീതിയിൽ കയർ മേഖല രക്ഷപ്പെടുത്താൻ അത് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ.
സർ, കയർ ഭൂവസ്ത്രം വിപുലപ്പെടുത്തുന്നതിനായി എന്തൊക്കെ നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? സർ, കയർ ഭൂവസ്ത്രത്തിന്റെ വിപണനത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്താണ് ഒരു പുതിയ മേഖല എന്ന നിലയിൽ അങ്ങോട്ടുള്ള പ്രവേശനം നടത്തിയത്. അതിന്റെ ഭാഗമായി കയർ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിൽ സർ, കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് 98.29 കോടി രൂപയുടെ ഭൂവസ്ത്രം വിറ്റു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതുവരെ 150 കോടിയുടെ ഭൂവസ്ത്രങ്ങൾ വിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഭൂവസ്ത്രങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ട ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സർ, പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കുന്ന ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അത് സർക്കാരിനെയും അതുപോലെ തന്നെ വകുപ്പിനെ അഭിനന്ദിക്കുന്നു. എൻ്റെ ചോദ്യം, പ്രതിസന്ധി നേരിടുന്ന കശുവണ്ടി മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാമോ? സാർ, കശുവണ്ടി മേഖല ഇപ്പോൾ വളരെ നല്ല മാറ്റത്തിലാണ്. ഏകദേശം കയർ കോർപ്പറേഷൻ്റെയും ക്യാപെക്സിൻ്റെയും എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം, അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യത്തെ 2 മാസവും പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ട് കശുവണ്ടി ഇപ്പോൾ തന്നെ സംഭരണം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയ്ക്കകത്തും നമ്മുടെ പുതിയ സ്കീം അനുസരിച്ചുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ OTS എടുത്ത് ബാങ്കിൽ നിന്ന് ഉള്ള വായ്പയെല്ലാം മാറ്റി അവർ പുതിയ മേഖലയിലേക്ക് വന്നു. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖല കശുവണ്ടി സ്ഥാപനങ്ങൾക്ക് 40 ലക്ഷം രൂപ വരെ ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട്. 10 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നൽകുന്നുണ്ട്. 5 കോടി രൂപ മോഡേണൈസേഷൻ നൽകുന്നുണ്ട്. 5 കോടി രൂപ സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മാറ്റം വരുന്നുണ്ട്. ആധുനികമായിട്ടുള്ള കശുവണ്ടി വാല്യൂ അഡീഷൻ കമ്പനികളും ഇപ്പോൾ കൊല്ലത്ത് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു. ശ്രീ KU ജനീഷ് കുമാർ. കയറിന് വിദേശ വിപണി കണ്ടെത്തുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വാൾമാർട്ടുമായിട്ട് കരാർ ഒപ്പുവെച്ചു. വാൾമാർട്ടിലേക്ക് സ്ഥിരം ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ നമ്മൾ ലുലു മാൾ തിരുവനന്തപുരത്ത് കയർ കോർപ്പറേഷൻ്റെ ഒരു ചെറിയ സ്റ്റോൾ ആരംഭിക്കുകയുണ്ടായി. വലിയ തോതിലുള്ള വിൽപ്പനയാണ്. ഏകദേശം 60 ലക്ഷത്തിൻ്റെ വിൽപ്പന ചുരുങ്ങിയ സമയത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. വിദേശ വിപണിയിൽ ഇപ്പോഴത്തെ താരിഫ് സംവിധാനങ്ങൾ കുറച്ച് പരിമിതി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് മറികടക്കാൻ ആവശ്യമായ പരിമിതിക്കകത്തും എന്നുള്ള ശ്രമങ്ങൾ സർക്കാർ. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.